അതൊക്കെ കഴിഞ്ഞ് നിന്റെ അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ കരുതിയത് വാമേട്ടന്റെ ശാപം കൊണ്ട് സംഭവിച്ചതാണെന്ന്. ഇടയ്ക്ക് എല്ലാം ഒന്ന് ആറി തണുത്തപ്പോ അങ്ങേരത് പറയുകയും ചെയ്തു. എന്നാൽ അത് ശാപമായിരുന്നില്ല, അയാളുടെ പ്രതികാരമായിരുന്നു. അതെനിക്ക് 10-20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാ മനസ്സിലായത്. അവിടെ ഞാൻ അമ്മാവനെ ന്യായീകരിക്കത്തുള്ളൂ. അമ്മാവന് വേണ്ടി വാദിച്ചപ്പോ, വഴക്കിട്ടപ്പോ അച്ഛനുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് പോവേണ്ടതായിരുന്നു അമ്മാവന്റെ വീട്ടിലേക്ക്. അങ്ങനെ പോയിരുന്നെങ്കിൽ അച്ഛൻ പിന്നാലെ വന്നേനെ. അച്ഛന്റെ മൂത്ത മോനെ കൂടാതെ ഞങ്ങളെ 2 കുട്ടികൾ കൂടിയുണ്ട്. ഞങ്ങളെ കൊണ്ടാ അമ്മയുടെ തറവാട്ടിലേക്ക് പോകുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളോട് സിമ്പതിയുള്ള എന്റെ അച്ഛൻ അമ്മയുടെ പിന്നാലെ വന്നേനെ. ആ സമയത്ത് അമ്മ ചോദിക്കുന്നതൊക്കെ തന്നേനെ. അമ്മാവന്റെ ജോലി മാത്രമല്ല, സ്വത്തിലൊരു പങ്കും അമ്മയ്ക്ക് കിട്ടിയേനെ. നിനക്കിപ്പോഴും നിന്റെ അച്ഛനെ മനസ്സിലായിട്ടില്ല. സ്നേഹത്തിന് മുന്നിൽ മാത്രം കീഴടങ്ങുന്ന മനസ്സാണ് നിന്റെ അച്ഛൻ്റേത്. ആ സ്വഭാവം തന്നെയാ കണ്ണനും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 2 കുട്ടികളുണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹം എന്റെ പിന്നാലെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 2 കുട്ടികളുള്ള അമ്മയ്ക്ക് അന്ന് അച്ഛന്റെ സ്വത്തുക്കള് ഈസിയായിട്ട് കൈക്കലാക്കാമായിരുന്നു. ഏത് കോടതിയും 2 കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞേനെ. അപ്പോ ഞാനും നിന്റെ അച്ഛനും വേർപിരിയണമായിരുന്നോ? അതല്ലേ നീ പറഞ്ഞു വരുന്നത്? അങ്ങനൊരു അവസ്ഥ വന്നെങ്കിൽ അത് തന്നെ ചെയ്യണമായിരുന്നു. അച്ഛനാ അമ്മയെ കൊണ്ട് ആവശ്യം, അല്ലാതെ അമ്മയ്ക്കല്ല. അമ്മ ശരിക്കും പറഞ്ഞ ഒരു ത്യാഗം നടത്തിയായിരുന്നു അച്ഛന്റെ 2ാമത്തെ ഭാര്യയായി. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് ജീവനായിരുന്നു വിശ്വേട്ടൻ എന്നെ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആളുടെ ജീവൻ എടുത്തപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിയോ? ഈ വീട്ടിൽ നിന്ന് ഇനി കണ്ണൻ ഇറങ്ങി പോണോന്ന് പറഞ്ഞ നമ്മൾ അങ്ങ് പോണം. എടാ, ഒരിക്കലും കണ്ണൻ അങ്ങനെ പറയില്ല. അവനെ നമ്മളൊക്കെ സ്നേഹിക്കുന്നു ബോധ്യപ്പെട്ടാൽ. ഓ, അതിനുവേണ്ടി സ്നേഹം അഭിനയിക്കാണോ അമ്മ? ഒരിക്കലുമല്ല. ഇനി എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിഞ്ഞതോടെ എന്റെ മനസ്സ് മാറിയെന്ന് പറയുന്നത് 100% സത്യമാ. മരിച്ചുപോയ അച്ഛനും ജീവിച്ചിരിക്കുന്ന ഏട്ടനും കണക്കാ. ദേ ഇപ്പൊ അമ്മയും. ഞാൻ പറഞ്ഞല്ലോ, കരുണയുടെ മുത്തശ്ശി കാണിച്ച കൃപ പോലും എന്നോട് ആരും കാണിച്ചിട്ടില്ല. അവര് സ്വത്തല്ല എനിക്ക് എഴുതി തന്നു. സ്വർണം മുഴുവൻ തന്നിട്ട് അതവര് കരുണയുടെ പോലും പറഞ്ഞിട്ടില്ല. അവളത് അറിഞ്ഞിട്ടുമില്ല. സ്വന്തം കൊച്ചുമോളെ വിട്ടുകളയാതിരിക്കാൻ അവര് ചെയ്തത് അതാ. അതുപോലെ കല്യാണത്തിന് എന്തുമാത്രം സ്വർണ്ണ അവളുടെ മുത്തശ്ശിയും അച്ഛനും കൊടുത്തത്. ഞാൻ കരുണയായിട്ട് ബന്ധം പിരിഞ്ഞെന്ന് അറിഞ്ഞാ എന്ത് നഷ്ടപരിഹാരം തരാനും അവളുടെ മുത്തശ്ശി തയ്യാറാ. അങ്ങനെ ഒരു അവസരം അമ്മയ്ക്ക് വന്നപ്പോ അമ്മ അത് മുതലാക്കിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അമ്മാവന്റെ പ്രശ്നത്തില് അമ്മ അച്ഛനായിട്ട് ഉടക്കി പിരിയാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന്. പ്രതാപന്റെ അയാളുടെ അമ്മയുടെ സ്വഭാവം അല്ല നിന്റെ അച്ഛൻ്റെത്. ന്യായം എവിടെയുണ്ടോ, ശരി എവിടെയുണ്ടോ അതിനൊപ്പം ഉറച്ചു നിൽക്കും. അതിന്റെ പേരില് എന്ത് നഷ്ടം ഉണ്ടായാലും ശരി. അമ്മയുടെ കഴിവുകേടുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. എന്നിട്ടും അച്ഛന്റെ സ്വഭാവത്തെ വെറുതെ ന്യായീകരിക്കണ്ട. അമ്മ കുറച്ചുകൂടെ തന്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കായിരുന്നു. നീതി നിയമം നടപ്പിലാക്കുന്ന ഒരു അച്ഛനും മോനും 2 കൊണ്ട് ശ്വാസം മുട്ടുന്നതേ എന്നെ പോലുള്ളവരാ. ഒരു ശ്വാസം മുട്ടലും ഇല്ല മോനെ. നീ കണ്ണനുമായിട്ട് ചേർന്ന് നിന്നാ മാത്രം മതി. അവൻ നിനക്ക് എന്തും തരും. അങ്ങനെ എന്തും കിട്ടിയാ പോരാ, എനിക്കേ ഞാൻ ആഗ്രഹിച്ചത് കിട്ടണം. അയാള് കല്യാണം പോലും കഴിക്കില്ലെന്ന് കരുതിയിരുന്ന സമയത്ത് അയാളുടെ എല്ലാ സ്വത്തുക്കളും ബിസിനസ്സും ഒക്കെ എനിക്ക് വന്ന് ചേരുന്ന കരുതിയ കൂട്ടത്തിലാ ഞാൻ. അവിടെ നിന്നാ എനിക്കെന്റെ ജോലി പോലും നഷ്ടപ്പെട്ടത്. എന്നെ കമ്പനി അയാളുടെ ഭാര്യ പുറത്താക്കിയത് കണ്ടോ? മഹാലക്ഷ്മിക്ക് എന്തെല്ലാം അയാൾ ചെയ്തു കൊടുക്കുന്നതെന്ന്. സ്വന്തം ഭാര്യ അയാൾ അത്രയേറെ സ്നേഹിക്കുമ്പോ അയാളുടെ അച്ഛന്റെ ഭാര്യയായ അമ്മയും അതുപോലെ സ്നേഹിക്കേണ്ടതല്ലേ? ആ സ്നേഹത്തെ അമ്മ മുതലാക്കിയില്ല. അമ്മയുടെ പേരിൽ അച്ഛനൊന്നും തന്നതുമില്ല. അതുകൊണ്ടാ മരിച്ചുപോയ അച്ഛനോട് പോലും എനിക്കൊരു സിമ്പതി ഇല്ലാത്തത്. അച്ഛന്റെ മരണം എന്നെ തളർത്തി കളയാത്തത്. ഇങ്ങനെ പറയുന്നത് പോലും നല്ലതല്ല മോനെ.
നിനക്കതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിന്റെ അച്ഛനെ കൊന്ന ആ രണ്ടവന്മാര് ഇന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പോലും അവന്മാർക്കിനി നല്ലതൊന്നും ഉണ്ടാവത്തില്ല. വാമദേവനും പ്രതാപനും നശിച്ചു പോവും. അവനൊക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ചു പോണോന്ന് പലതവണ തോന്നും. കർക്കിടക ചികിത്സ ഇങ്ങനെ നമുക്ക് ആഘോഷിക്കാം. ലോപ്പസേ, ആ ചൂരലിങ് പോലീസുകാരെ ശരിക്കും ഉരുട്ടിയില്ലല്ലോ. ഞങ്ങൾ ഉരുട്ടിത്തരാം. അയ്യോ വേണ്ട വേണ്ട മാർക്കോ, വേണ്ട. അയ്യോ അയ്യോ അങ്ങനെ തന്നെ. അയ്യോ അടങ്ങിക്കിടന്നോണം. എഴുന്നേറ്റ ശരീരം ആസകലം അടിച്ച് പൊട്ടിക്കും ഞാൻ. മാർക്കോ മോനെ, വയ്യടാ മോനെ. അങ്ങനെ കിടന്ന് നിലവിളിക്ക്. അയ്യോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചോര വാർന്ന് വഴിയരികി കിടന്നാ തീർന്നത്. ആയുസിന്റെ ബലം കൊണ്ടാ പാവപ്പെട്ട മനുഷ്യന്റെ മോൻ രക്ഷപ്പെട്ടത്. അതൊക്കെ ഓർക്കടാ നീയൊക്കെ. അടിയടാ അങ്ങോട്ട്. എന്ത് ചെയ്യണേ? അന്ന് അങ്ങനെ ചെയ്തപ്പോ എല്ലാം തേഞ്ഞു മാഞ്ഞു പോയിന്ന് കരുതിയല്ലേ? എല്ലാ തെറ്റിനും മരണശേഷം അല്ലടാ, ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ മറുപടി പറയേണ്ടി വരും, ഉത്തരം കൊടുക്കേണ്ടി വരും. അയ്യോ വേണ്ട വേണ്ട. മനസ്സിലാടോ രണ്ടിനും? ഹലോ മോളെ, അച്ഛൻ എത്തിയോ മുത്തശ്ശി? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ മോളെ, ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ? 14 ദിവസം കഴിഞ്ഞല്ലോ, പിന്നെ ഇനി അവിടെ കിടക്കേണ്ട കാര്യം എന്തുവാ? ഞാനും അവനെ കാത്തിരിക്കുക. പിന്നെ ഇത് എവിടെ പോയതാ മുത്തശ്ശി? എന്റെ പൊന്നു മോളെ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് എന്തോ പറയാനാ. ചിലപ്പോ ഉടനെ വരുമായിരിക്കും. വന്നാൽ ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി മുത്തശ്ശി. ആ ശരി. രണ്ടെണ്ണം റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി കാണും. പുറത്തിറങ്ങിയാലും കേസ് നടക്കൂല്ലോ മോനെ. ഒരു ദയയും കാണിക്കരുത്. രണ്ടിനും ജീവപര്യന്തം തന്നെ വാങ്ങിച്ചു കൊടുക്കണം.
കുറെ കാലം ജയിലിൽ കിടക്കട്ടെ. ഭീകരന്മാര് രണ്ടുപേരും പുറത്തിറങ്ങുന്നുണ്ട്. ഇവന്റെ അമ്മാവനും നിന്റെ അച്ഛനും രണ്ടിനും തൂക്കുകയറാ വാങ്ങിക്കൊടുക്കേണ്ടത്. പക്ഷേ അത് കിട്ടാനുള്ള സാധ്യതയില്ല. എന്നൊന്നും പറയാൻ പറ്റില്ലമ്മേ. ഇത്രയും നാൾ മൂടി വെച്ചിരുന്ന കേസാ. അതിനൊപ്പം തന്നെ ചെറിയ കുട്ടിയായിരുന്ന എന്നെ അനേക നാൾ കിടപ്പിലാക്കിയ അപകടം. അതുകൊണ്ടാ കോടതി അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോ തൂക്കേറിന് വേണ്ടിയിട്ട് വാദിക്കാവുന്നേ ഉള്ളൂ. അവനൊക്കെ മരിക്കുന്നതാ നല്ലത്. ജീവനോടെ ഇരുന്നിട്ട് ആർക്കെന്ത് പ്രയോജനം? ഇവളെയൊക്കെ കുറച്ചുകൂടെ വഴിതെറ്റിക്കും ഇവളുടെ അച്ഛൻ അടുത്തുണ്ടെങ്കിൽ. ഇപ്പൊ കേസ് നടത്തി കഴിഞ്ഞാ രണ്ടിനും കൊട്ടേഷൻ കൊടുക്കാനുള്ള പൈസ പോലും കാണില്ല. അത്രയ്ക്ക് പാപ്പരാവും പോവാ. 10-20 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. ആ അപകടത്തിലൂടെ ഈ കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത്. അതിന് കോമ്പൻസേഷനായി കോടികൾ തരേണ്ടി വരും, അമ്മാവനും ഇവളുടെ അച്ഛനും കൂടെ. എടാ പോയവര് പോയി, ഇനി നഷ്ടപരിഹാര തുക കിട്ടിയിട്ട് എന്താടാ പ്രയോജനം? രണ്ടും കൂടെ ഏട്ടൻ പറയരുത്. അമ്മാവനെ ഇവളുടെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുക ഏട്ടൻ. ആ നമ്മള് നഷ്ടപരിഹാരം എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? എനിക്കത് വേണ്ടടാ. പിന്നെ കിട്ടുവാണെങ്കിൽ അതേതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാം. അതെന്താന്ന് വെച്ചാൽ ആയിക്കോ, പക്ഷെ എനിക്കുള്ള പങ്ക് എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. നിന്റെ അമ്മായിച്ചൻ തരുന്നത് ഇവൾക്കുള്ള സമ്പാദ്യം തന്നെയാ. അതെന്നായാലും നിനക്ക് തന്നെ വന്നു ചേരേണ്ടതാ. എനിക്കത് വന്നു ചേരുന്ന എന്താ ഉറപ്പ്? ഇവളുടെ അച്ഛന്റെ സ്വത്തുക്കൾ ഇവൾക്ക് കിട്ടിയാ എനിക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പൊ തന്നെ 150 പവൻ കിട്ടി. അതിൽ ഒരു തരി പൊന്നുപോലും ഞാൻ എടുത്തിട്ടില്ല. ഇനി എനിക്കത് വേണമെന്ന് പറഞ്ഞാലും ഇവള് തരില്ല. അതുകൊണ്ട് എന്റെ അച്ഛന്റെ മരണം എനിക്കുണ്ടാക്കിയ നഷ്ടത്തിന് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. കേട്ടോമേ, ആര് മരിച്ചാലും ഇവന്റെ നോട്ടം പണത്തിൽ തന്നെയാ. എന്റെ പരിക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ വീട് വിട്ട് പോണമെന്നല്ലേ ഏട്ടൻ പറയുന്നത്? സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണമെന്നും പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതെന്നും വയറ്റി കിടക്കില്ല. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ അതിനെ മാന്യമായിട്ട് എനിക്ക് നോക്കണ്ടേ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ മാനം മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടും നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ നിന്നോട് ഈ വീട് വിട്ടു പോവാൻ ഇവൻ പറഞ്ഞത്? ഉണ്ണിയേട്ടൻ എത്ര നാളെന്നെ കൂടെ കൂട്ടുന്നു എനിക്ക് ഒരുറപ്പുമില്ല. ആ നിലയ്ക്ക് എനിക്കിനി ആകെ ആശ്രയിക്കാനുള്ളത് എന്റെ മുത്തശ്ശിയെ അച്ഛനെ മാത്രം. അങ്ങനെയുള്ളപ്പോ ഈ കേസ് വേണ്ടെന്ന് വെച്ചൂടെ കണ്ണേട്ടാ? കണ്ടോടാ, അവളുടെ മനസ്സിലുള്ളത് പുറത്തു വന്നത് കണ്ടോ? നീ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോ നിന്നെ കണ്ണൻ അകത്ത് കയറ്റി. അതുകൊണ്ട് നീ പറയുന്നത് എന്ത് ഇവൻ കേൾക്കുമെന്നാണോ നിന്റെ വിചാരം? അങ്ങനെ ഇവൻ കേട്ടാലുവേ ഞാൻ സമ്മതിക്കത്തില്ലടി. എന്റെ വിശ്വേട്ടനെ കൊന്നവന്മാര് ഇനി ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കണം. അവന്റെ തലച്ചോറിന് തുരുമ്പ് പിടിക്കുന്ന സമയത്തെ അവനിനി പുറത്തിറങ്ങാവൂ. കൊടും ചതിയാ വാമദേവനും പ്രതാപനും കൂടി എന്നോട് കാണിച്ചത്. അതിന് മാപ്പില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ 2 എണ്ണത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും. കേട്ടലോടി പറഞ്ഞത്? അതുകൊണ്ട് സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറ നിന്റെ അച്ഛനോട്. അതുപോലെ മകളെ കാണാനായിട്ട് അവനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. അവൻ ഈ വീട്ടിൽ കാലുകുത്തിയാ
മരുമോനെ പോലെ തന്നെ അമ്മായി അച്ഛനും വീൽ ചെയറിൽ നടക്കേണ്ടി വരും. അവന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഉണ്ണിയേട്ടാ, ഈ കേസ് മാന്യമായിട്ട് നടത്തണമെങ്കിൽ തന്നെ അച്ഛന്റെ സകല സമ്പാദ്യവും വിൽക്കേണ്ടി വരും. അതിന്റെ കൂടെ നഷ്ടപരിഹാരം കൂടി ചോദിച്ച അച്ഛൻ പിന്നെ ഭിക്ഷ എടുക്കേണ്ടി വരും. ഉണ്ണിയേട്ടാ, എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ കേസ് തീരുമ്പോ നിന്റെ അച്ഛനും വാമദേവനും ജീവിതകാലം മുഴുവൻ ജയിലിനകത്താ. അങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ഈ സ്വത്തും പണമൊക്കെ? പുറത്തുള്ളവർക്കല്ലേ അതൊക്കെ വേണ്ടത്. നിന്നെ നിന്റെ കുഞ്ഞിനെ നോക്കുന്നതിന്, അതുപോലെ തന്നെ നിന്നെ സഹിക്കുന്നതിന് അയാൾ നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും തരട്ടടി. അതിനി ആര് വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വേണം. അങ്ങനെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വെറുതെ വിട്ടിരുന്നെങ്കിൽ ആ ഭാഗം ചാരിയിരിക്കായിരുന്നു. അയ്യോ, ഇത് ഇഞ്ചിഞ്ചായിട്ടാണല്ലോ ചവിട്ടിയെ. അല്ല, ഇത് എങ്ങോട്ട് പോവാ? എടാ, എന്നെ ഒന്ന് വീട്ടിലാക്കിയിട്ട് പോടാ കൊച്ചനെ. ഞങ്ങൾക്ക് ഇങ്ങോട്ടാ പോകണ്ടേ. എടാ, എന്നെ ഒന്ന് കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് നിനക്ക് പോയാ പോരാടോ പ്രതാപ? പോരാ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. എടാ, ഒന്ന് നിർത്തടാ, ഒന്ന് ആക്കിയിട്ട് പോടാ. വണ്ടി നിർത്താ. ഇറങ്ങടാ. എടാ, കണ്ണിച്ചോരയില്ല സംസാരിക്കാത്ത. നീ ഒന്ന് ഇറങ്ങി അങ്ങോട്ട്. എന്നെ ഈ പരുവത്തിലാക്കിയത് നീ ഒറ്റ എടുത്തിട്ടാടാ. കുറച്ച് മനുഷ്യത്വത്തോടെ സംസാരിക്കടാ. അത് മനുഷ്യന്മാരോട് പോരടാ. നീ ഇപ്പൊ മര്യാദക്കൊന്ന് ഇറങ്ങിയേ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പകുതി ചത്ത നിന്നെ തൂക്കിയെടുത്ത് പുറത്തുകളയാൻ ഞാൻ ഇവരോട് പറയും. അത് വേണോ? എടാ പ്രതാപ, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാടാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇറങ്ങി മുമ്പിലിരിക്കെ, ഞാൻ പിന്നിലേക്ക് ഇരിക്കാം. എനിക്കൊന്ന് കിടക്കുകയും ചെയ്യാലോ. വീട്ടിലോട്ട് ചെറിയ ദൂരമേ ഉള്ളെങ്കിൽ പോലും അത്രയും ദൂരം പോലും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. എന്നാ ശരി, നീ പിന്നിൽ വന്നിരിക്കേ. എന്താ നീ ഇറങ്ങ. ഇറങ്ങടാ. വിടറാ. എടാ എടാ പ്രതാപ, വണ്ടി നിർത്തടാ. നീ പോടാ. നീ നശിച്ചു പോടാ. നീ നശിച്ച് നാരായണക്കല്ലിട്ട് കൂടാ. നീ വേഗം വിട്ടോ. അയ്യോ, ഇവിടെ നിന്നാ ഇനി ഓട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട് വരെ എങ്ങനെ നടക്കും? അവൻ്റെ അമ്മോ, വിശ്വനാഥനെ കൊല്ലാൻ വേണ്ടി പണം എണ്ണി കൊടുത്തതാ ഞാൻ. അതിൻ്റെ നന്ദി പോലും ഇല്ല. പാപദ്രോഹി. അയ്യോ അയ്യോ. ഓ ഓ. അതെ, കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനങ്ങോട്ട് പോയാൽ വഴക്കാവും. അതുകൊണ്ട് അമ്മ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്ക്. മോൾക്ക് നീ ആഹാരം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും എന്താ അവൾക്ക് വേണ്ടെന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. നിന്റെ കെട്ടിയോനെ റിമാൻഡ് കഴിഞ്ഞ് വരുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അവനെ ജയിലിൽ കിടന്ന് മടുത്തു വരുക. അവനെന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്ക. അത് അമ്മ തന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി.
ഞാൻ അയാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും പാകപ്പെടുത്താൻ പോകുന്നില്ല. അവനിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും ഇതുവരെ അവൻ വരാത്തത്. ഇനി അവനെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ടോന്ന് എനിക്കറിയാൻ മേലേ. ദേ വണ്ടി വന്നു. അങ്ങേര് അതിനകത്ത് കാണും. അയ്യോ എന്റെ ദൈവമേ, ഇവനിതെന്താ പറ്റിയത്? ജയിലിൽ നിന്ന് തല്ലി നടുവോടിച്ചാണോ വിട്ടത്? എന്റെ ഭഗവതി, എന്തൊക്കെ കാണണോ ഇനി? അയ്യോ എന്ത് പറ്റിയടാ പ്രതാപ? എന്താ മോനെ? പറയണ്ടേ അമ്മേ, എല്ലാം പറയാം. എന്താ മോനെ? പൊക്കോ പൊക്കോ, വാ മക്കള് വാ. അയ്യോ അതൊക്കെ എന്തോ പറ്റിയോ എന്തോ. നിനക്ക് സന്തോഷിക്കാൻ പോയോണ്ടേ, നീ കൂടെ അറിഞ്ഞിട്ടായിരിക്കല്ലോ എന്നോട് ഈ ചതി ചെയ്തത്. എടാ എന്താടാ പറ്റിയേ? ഒന്നും പറയണ്ടമ്മേ, ജയിലിൽ നിന്ന് ഇറങ്ങി ഞാനും മാമനോട് വരികയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു നിർത്തി ഞങ്ങളെ മാർക്കോയും ലോപ്പസും കൂടെ കൂട്ടിക്കൊണ്ടുപോയത്. ഓ അപ്പൊ ഇനി ബാക്കി പറയണ്ട പറയണ്ട. തല്ലി അവന്മാര് പരിപ്പളക്കി കാണും.